നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. രണ്ട് പതിറ്റാണ്ടായിട്ടും നിർമ്മാണം പൂർത്തിയാകാത്ത ആറ്റപ്പള്ളി റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ പേരിൽ പുതുക്കാട് മണ്ഡലത്തിൽ പ്രതിഷേധം ശക്തം. UDF പ്രവർത്തകർ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. വെണ്ടൂർ സ്വദേശി മരിച്ച ഇരിങ്ങാലക്കുട ബസ് അപകടത്തിൽ സ്വകാര്യ ബസ് ഡ്രൈവർ അറസ്റ്റിൽ. വിവരാവകാശ നിയമം നടപ്പിലാക്കാൻ ബാധ്യസ്ഥരായവർ തന്നെ നിയമലംഘകർക്ക് കുടപിടിക്കുന്നുവോ? മാട്ടുമലയിലെ ക്രഷർ യൂണിറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാതെ വിവരാവകാശ കമ്മീഷൻ. വേലുപ്പാടം വിശുദ്ധ ഔസേപ്പിതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ മാർച്ച് 19 വിശുദ്ധ ഔസേപ്പിതാവിന്റെ ഓർമ്മ തിരുനാൾ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തൃശൂർ കോൺഗ്രസിൽ പോസ്റ്റർ പ്രതിഷേധം ശക്തമാകുന്നു. തൃശൂർ നിയമസഭാ സീറ്റ് കച്ചവടം നടത്തിയെന്ന് ആരോപിച്ചാണ് തൃശൂരിൽ വ്യാപകമായി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. വിശദമായ വാർത്തകളിലേക്ക്. 2 പതിറ്റാണ്ടായിട്ടും നിർമ്മാണം പൂർത്തിയാകാത്ത ആറ്റപ്പള്ളി റെഗുലേറ്റർ കം ബ്രിഡ്ജിനെതിരെ പ്രതിഷേധം ശക്തം. പദ്ധതി പൂർത്തിയാക്കുന്നതിനെതിരെ UDFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. പദ്ധതി പൂർത്തിയാക്കുന്നതിൽ സർക്കാരും MLAയും പരാജയപ്പെട്ടുവെന്നാരോപിച്ച് UDFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. ആറ്റപ്പള്ളി റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതിനെതിരെ ശക്തമായ ജനവികാരമാണ് പ്രദേശത്ത് ഉയരുന്നത്. 20 വർഷമായി തുടരുന്ന ഈ കാത്തിരിപ്പിന് അറുതി വരുത്താത്ത അധികൃതരുടെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് UDF പ്രവർത്തകർ തെരുവിലിറങ്ങിയത്. DCC സെക്രട്ടറി KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. UDF ചെയർമാൻ KL ജോസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അനിൽ കുനിയത്ത്, മണ്ഡലം പ്രസിഡന്റ് P ഗോപാലകൃഷ്ണൻ, പഞ്ചായത്ത് പ്രസിഡന്റ് മീന മദനൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാൻഡോ നന്ദിപുലം, പുതുക്കാട് നിയോജക മണ്ഡലം കർഷക കോൺഗ്രസ് പ്രസിഡന്റ് റിൻഡോ നെരിനാംപിള്ളി തുടങ്ങിയവർ പ്രസംഗിച്ചു. പണി പൂർത്തിയാക്കി പാലം തുറന്നു കൊടുക്കുന്നതുവരെ സമരം തുടരുമെന്നാണ് UDFന്റെ തീരുമാനം. ഈ പ്രതിഷേധ യോഗവും പ്രതിഷേധ ജ്വാലയും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന ഏറ്റവും പ്രിയപ്പെട്ട KM ബാബുരാജ്, മുൻ കോൺഗ്രസ് പാർട്ടിയുടെ ബ്ലോക്ക് പ്രസിഡന്റും കഴിഞ്ഞ 5 വർഷം പുതുക്കാട് പഞ്ചായത്തിന്റെ പ്രസിഡന്റുമായിരുന്ന ഇപ്പോൾ DCCയുടെ സെക്രട്ടറിയാണ്. ഏറെ പ്രതീക്ഷ നൽകുന്ന, നാടിന്റെ വികസനത്തിൽ പങ്കാളിയാവുന്ന, അതിന് നേതൃത്വം കൊടുക്കുന്ന ഏറ്റവും ബഹുമാന്യനായ KM ബാബുരാജ്. വെണ്ടൂർ സ്വദേശി മരിച്ച ഇരിങ്ങാലക്കുട ബസ് അപകടത്തിൽ സ്വകാര്യ ബസ് ഡ്രൈവർ അറസ്റ്റിൽ. കണിമംഗലം തെക്കുമുറി സ്വദേശി ആലപ്പാട്ട് വീട്ടിൽ സെലീഷിനെയാണ് തൃശൂർ റൂറൽ പോലീസ് പിടികൂടിയത്. അപകടത്തിൽ ബൈക്ക് യാത്രക്കാരനായ ആമ്പല്ലൂർ വെണ്ടൂർ സ്വദേശി അവസ്ഥേപ്പറമ്പിൽ മനോജാണ് മരിച്ചത്. സ്കൂട്ടർ യാത്രക്കാരനായ ഇരിങ്ങാലക്കുട വാട്ടർ ടാങ്ക് സ്വദേശി ഇലഞ്ഞിക്കൽ വീട്ടിൽ സണ്ണിക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. ഇതിനെ തുടർന്ന് പ്രതിക്കെതിരെ കുറ്റകരമായ നരഹത്യക്കുള്ള വകുപ്പായ ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പ് 105 കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. മാർച്ച് 13 വൈകിട്ട് 6:30 അപകടം നടന്നത്. സ്റ്റാൻഡിന് സമീപം മുന്നിൽ പോയിരുന്ന ദേവമാത എന്ന ബസ് നിർത്തിയപ്പോൾ പിറകിലുണ്ടായിരുന്ന മനോജിന്റെ ബൈക്കും സണ്ണിയുടെ സ്കൂട്ടറും വേഗത കുറച്ചു. എന്നാൽ ഇവയ്ക്ക് തൊട്ടുപിന്നാലെ അമിത വേഗതയിൽ വന്ന പൂമല ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് ഇരുവാഹനങ്ങളിലും ഇടിച്ചു കയറുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. സലീഷ് വർഗീസാണ് ഈ സമയം ബസ് ഓടിച്ചിരുന്നത്. സലീഷ് 6 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ SI T അഭിലാഷ്, GSIമാരായ മനോജ്, MA മുഹമ്മദ് റാഷി, GSCPOമാരായ ഗിരീഷ്, MR രഞ്ജിത്ത്, CPOമാരായ ഉമേഷ് കൃഷ്ണൻ, KS ഉമേഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. വിവരാവകാശ നിയമം നടപ്പിലാക്കാൻ ബാധ്യസ്ഥരായവർ തന്നെ നിയമലംഘകർക്ക് കുടപിടിക്കുന്നുവോ? പുതുക്കാട് മാട്ടുമലയിലെ ക്രഷർ യൂണിറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാതെ വിവരാവകാശ കമ്മീഷൻ. കമ്മീഷണർ ഡോക്ടർ M ശ്രീകുമാറിന്റെ വിവാദ ഉത്തരവിനെതിരെ പരാതിക്കാരൻ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ സമീപിച്ചു. തൃശൂർ പുതുക്കാട് മാട്ടുമലയിൽ പ്രവർത്തിക്കുന്ന ക്രഷർ യൂണിറ്റിന്റെ നിയമലംഘനങ്ങളുമായി ബന്ധപ്പെട്ടാണ് പരാതിക്കാരൻ വിവരാവകാശ പ്രകാരം രേഖകൾ ആവശ്യപ്പെട്ടത്. എന്നാൽ കൃത്യമായ വിവരങ്ങൾ നൽകാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. അപ്പീൽ ഹർജി പരിഗണിച്ച വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ M ശ്രീകുമാർ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ചയും നിയമലംഘനവും ഉണ്ടായതായി ബോധ്യപ്പെട്ടുവെന്ന് ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്.
ഉദ്യോഗസ്ഥർ നിയമം ലംഘിച്ചുവെന്ന് രേഖാമൂലം സമ്മതിക്കുമ്പോഴും അവർക്കെതിരെ പിഴയോ മറ്റ് അച്ചടക്ക നടപടികളോ സ്വീകരിക്കാൻ കമ്മീഷണർ തയ്യാറായില്ല. പകരം ഉദ്യോഗസ്ഥർക്ക് വെറും താക്കീത് മാത്രം നൽകി കേസ് അവസാനിപ്പിക്കുകയായിരുന്നു. വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 20 പ്രകാരം വിവരങ്ങൾ നൽകാൻ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ പിഴ ചുമത്തണമെന്ന നിബന്ധന നിലനിൽക്കെ കമ്മീഷണർ അത് മനഃപൂർവ്വം അവഗണിച്ചുവെന്നാണ് പരാതിക്കാരന്റെ ആരോപണം. നീതി നടപ്പിലാക്കേണ്ട കമ്മീഷൻ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നത് വിവരാവകാശ നിയമത്തിന്റെ അന്തസ്സത്തയെ തന്നെ തകർക്കുന്നതാണെന്ന വിമർശനം ഉയരുന്നുണ്ട്. വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് മുഖ്യ വിവരാവകാശ കമ്മീഷണർക്ക് പരാതിക്കാരൻ അപേക്ഷ നൽകിക്കഴിഞ്ഞു. വേലുപ്പാടം വിശുദ്ധ ഔസേപ്പിതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ മാർച്ച് 19 വിശുദ്ധ ഔസേപ്പിതാവിന്റെ ഓർമ്മ തിരുനാൾ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 19 രാവിലെ 7 ആമ്പല്ലൂർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജ് അങ്കണത്തിൽ നിന്ന് തീർത്ഥാടന പദയാത്ര പുതുക്കാട് ഫൊറോന വികാരി ഫാദർ ഡേവിസ് ചെറിയത്ത് ഉദ്ഘാടനം ചെയ്യും. പദയാത്ര 10 മണിക്ക് തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തിച്ചേരും. 10:30 പള്ളിയിൽ നടക്കുന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ തേജസ് കുന്നപ്പിള്ളിൽ കാർമ്മികനാകും. ഫാദർ നോബിൾ ഐനിക്കൽ തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് ശ്രാദ്ധ ഊട്ട് ഉണ്ടായിരിക്കും. രാവിലെ 6-നും ഉച്ചതിരിഞ്ഞ് 3-നും വിശുദ്ധ കുർബാനകൾ ഉണ്ടായിരിക്കും. തിരുശേഷിപ്പ് വണങ്ങാനുള്ള സൗകര്യം പിതാപാതയിൽ ഒരുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ജോസഫ് പൂവത്തൂക്കാരൻ, ട്രസ്റ്റി ഷിജോ ഞെരിഞ്ഞാമ്പിള്ളി, പബ്ലിസിറ്റി കൺവീനർ ജേക്കബ് നടുവിൽപീടിക, PRO സിനിൽ കൊടുമ്പിലായിപ്പറമ്പിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തൃശൂർ കോൺഗ്രസിൽ സീറ്റ് കച്ചവടമെന്ന വ്യാപക പോസ്റ്റർ. നിയമസഭാ സീറ്റ് കച്ചവടത്തിന് കോൺഗ്രസ് കൂട്ടു നിൽക്കരുതെന്നാണ് പോസ്റ്ററിൽ പറയുന്നത്. സേവ് കോൺഗ്രസിന്റെ പേരിൽ തൃശൂരിലാണ് പോസ്റ്ററുകൾ പതിച്ചിട്ടുള്ളത്. കോൺഗ്രസിൽ വർഗീയ പ്രീണനമാണ് നടക്കുന്നതെന്നും പോസ്റ്ററിൽ ആരോപിക്കുന്നു. തൃശൂർ DCCക്ക് മുന്നിലും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. തൃശൂർ സീറ്റ് ക്രൈസ്തവർക്ക് കാശിനു വേണ്ടി വിറ്റുവെന്നും DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ്, മുൻ MLA MP വിൻസെന്റ് എന്നിവരാണ് സീറ്റ് വിൽപ്പനയ്ക്ക് പിന്നിലെന്നും പോസ്റ്ററിൽ പറയുന്നു. തൃശൂരിൽ രാജൻ പല്ലൻ സ്ഥാനാർത്ഥിയാകും എന്ന സൂചനകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. പുണ്യശ്ലോകനായ ഫാദർ യോഹന്നാൻ കരിപ്പേരിയുടെ 64ാമത് വാർഷിക അനുസ്മരണം കല്ലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളിയിൽ നടത്തി. വിളിക്കുകയും സങ്കടപ്പെടുന്നവർ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങൾ പ്രതീക്ഷയാൽ ദാസരെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. അനുസ്മരണ ബലിക്ക് ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കബറിടത്തിൽ ഒപ്പീസും ഉണ്ടായിരുന്നു. തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ റാഫേൽ താണിശ്ശേരി അധ്യക്ഷത വഹിച്ചു. ഫാദർ ജോസ് പുന്നോലിപ്പറമ്പിൽ, ഫാദർ ക്രിസ്റ്റി വട്ടക്കുഴി, ഫാദർ ജോസ് വട്ടക്കുഴി, ഫാദർ വർഗീസ് കരിപ്പേരി, ഫാദർ പോൾ ആലപ്പാട്ട്, ഫാദർ ഗ്ലാഡറിൻ വട്ടക്കുഴി, ഫാദർ ആൻഡോ രായപ്പൻ, ഫാദർ നിതിൻ താഴത്ത്, മദർ സിസ്റ്റർ നിവേദ്യ, അനുസ്മരണ സമിതി അംഗം പീറ്റർ കരിപ്പേരി, കൈക്കാരന്മാരായ വർഗീസ് രായപ്പൻ, രഞ്ജിത്ത് നമ്പാടൻ എന്നിവർ പ്രസംഗിച്ചു. ബഹുമാനപ്പെട്ട യോഹന്നാൻ കരിപ്പേരി അച്ഛൻ്റെ 64ാം അനുസ്മരണ സമ്മേളനമാണ്, അനുസ്മരണ ദിനമാണ് ഇന്ന്. ആയതിനോടനുബന്ധിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അഭിവന്യ പിതാവിന്റെ കാർമ്മികത്വത്തിലുള്ള വിശുദ്ധ ബലിയിൽ നമ്മളെ സംബന്ധിച്ചു. ഇനി ഒരു ചെറിയ അനുസ്മരണ സമ്മേളനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. എനിക്ക് പറയാനുള്ള മുഖ്യ കാര്യങ്ങളൊക്കെ ഞാൻ കുർബാനയ്ക്കിടയിലുള്ള സന്ദേശത്തിൽ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ വികാരിച്ചൻ റാഫേൽ താണിശ്ശേരിച്ചൻ, ഞാൻ ചലനായിട്ട് ഓർമ്മ ചലനായിട്ട് ഇന്റർവ്യൂ ഉണ്ട് മാമത്രാണത്തിനായിട്ട്. ഒരുപാട് സന്തോഷത്തോടുകൂടിയാണ് ഞാൻ നിൽക്കുന്നത്. എത്തുമെന്നുണ്ടെങ്കിൽ ഞാൻ പ്രാവശ്യത്തിൻ്റെ അധികാരികളോട് ചോദിച്ചു, വരില്ലെന്ന് സംശയമാണല്ലോ എന്ന് പറഞ്ഞു. അതിന് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ പറ്റുന്നതിനെ ഓടിയെത്തും ഞാൻ, അതുകൊണ്ട് ഓടിയെത്തിയതാണ്. കരിപ്പേരിയച്ഛൻ്റെ ഓർമ്മ ആചരിക്കാൻ വേണ്ടി എന്നു മുതൽ കൂടിയോ അന്ന് മുതൽ പ്രത്യേകിച്ച് അഭിമന്യ തട്ടിൽ പിതാവിൻ്റെ നേതൃത്വത്തിൽ, പിതാവിനേക്കാൾ മുൻപ് തന്നെ അച്ഛനായിരുന്ന സമയത്ത് റാഫേൽ അച്ഛൻ എന്ന നിലയിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടി ഇവിടെ അനുസ്മരണം നടത്താനായിട്ട് ഉത്സാഹം കാണിച്ചതായിട്ട് ഓർക്കുകയാണ്. കൊണ്ട് ചെരുപ്പ് കൊണ്ടുവന്ന് കൊടുത്തിട്ടാണ് ആ കരിപ്പേരിയച്ഛനെ അടക്കിയതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. 64 വർഷത്തിനുള്ളിൽ
നൂറുകണക്കിന് വൈദികര് ഇവിടെ നിന്ന് ഈശോയുടെ പക്കലേക്ക് പോയിട്ടുണ്ട്. ഇതുപോലെ സർക്കാരിലേക്ക് നടന്നു പോകുമ്പോൾ സൈന്യം കൂടെ ഉണ്ടാവും, കൂടെ വിളിച്ച് പോകണം. പോയില്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ അനുഭവമുള്ള ഒരാളുണ്ടാവും. അവനെ വിളിച്ച് പറഞ്ഞു, എനിക്ക് മുടി വെട്ടാനുണ്ട്, അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. നീ വെട്ടിക്കോളം പറഞ്ഞു പോയി. അങ്ങനെ അച്ഛനും പരിവാരം കൂടി പോയി. പകുതി കഴിഞ്ഞപ്പോൾ ഇവർ തോന്നി ഇവനെ സ്കൂളിനെ പറയുന്നത് വലിയ വിശപ്പുമാവ് എൻ്റെ മുകളിൽ. നമ്മുടെ ഇടവകയിലെ വൈദികൻ സിസ്റ്റേഴ്സ് നോക്കിയപ്പോൾ ഈ യോഹന്നാൻ കരിപ്പരിച്ച് നമ്മൾ കൂടുതൽ ഓർത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മുടെ ഇടവകയില് കല്ലൂര് പടിഞ്ഞാറത്തല ഇടവകയില് കൂടുതൽ വൈദികർ പട്ടം സ്വീകരിച്ചത്. എനിക്ക് മുമ്പ് തിരുവനന്തപുരം സ്വീകരിച്ചത് രൂപതയ്ക്കായിട്ട് സ്വീകരിച്ചത് ബഹുമാനപ്പെട്ട കരിപ്പേരച്ചനാണ്. ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പാണ് അച്ഛൻ തിരുവനന്തപുരം സ്വീകരിച്ചത്. ഇപ്പോൾ നിങ്ങൾ 3 ഇടവക വൈദികരെ പ്രത്യേകിച്ച് ഇടവകയുമുണ്ട്. കല്ലൂര് പടിഞ്ഞാറ് പള്ളി ഭാഗ്യപ്പെട്ടതാണ്. ഒപ്പം തന്നെ 1.5 വർഷമായിട്ടുള്ള പിതാവ് ഞാനിവിടെ ആയിട്ട്. ഇതിനു മുമ്പ് തലൂരായിരുന്നു. ഇവിടെ വെച്ച് പട്ടം സ്വീകരിക്കാൻ പറ്റിയതും വിശുദ്ധനായ വ്യക്തിയെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് സാധിക്കും. എനിക്ക് കരിപ്പേരച്ചനെ കുറിച്ച് അറിയാൻ പറ്റും. ഈ അനുസ്മരണ സമ്മേളനത്തിലും പിതാവിന്റെ പ്രസംഗത്തിലൊക്കെ ഒരു വിശുദ്ധനായ വ്യക്തിയുടെ സാധാരണത്തിൽ പങ്കെടുത്തതിൽ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. അതായത് എളിയവരായി ജീവിച്ചാൽ, മനുഷ്യർക്ക് നന്മ ചെയ്താൽ, കാലങ്ങൾ കടന്നുപോയാലും മനുഷ്യ ഹൃദയങ്ങളിൽ ജീവിക്കുമെന്നതിൻ്റെ ഒരു വലിയൊരു തെളിവാണ്. വളരെ അപൂർവങ്ങളിൽ അപൂർവം ഒരു തലമുറയ്ക്ക് മുന്നേ തന്നെ നമ്മൾ വേർപിരിഞ്ഞു പോവുകയും ഇപ്പോഴും കുറച്ചുപേര് ആ വൈദികനെ അനുസ്മരിക്കാനായിട്ട് ഒരു ദിവ്യബലിയും ഒരു അനുസ്മരണ ചടങ്ങും നടത്തുന്നു. ചെറുപ്പം മുതൽ എനിക്ക് കവനത്തിൽ കേൾക്കാൻ പാടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഒരു 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ആദ്യത്തെ ആദൂർ വഴി അടുത്ത് താമസിക്കുന്ന വട്ടക്കുഴി അമ്പലിപ്പാപ്പൻ, പിന്നെ പുള്ളക്കര മത്തായി പാപ്പൻ, പിന്നെ വട്ടക്കുഴി ഇവിടെ ജോസഫ് ജില്ലയിൽ പോൾ മരിച്ചുപോയി പോൾ വട്ടക്കുഴി അച്ഛൻ്റെ ബലിപ്പൻ. വേനലിന്റെ കാഠിന്യത്തിൽ ദാഹിച്ചു വരുന്നവർക്ക് ആശ്വാസമായി ആമ്പല്ലൂർ കുണ്ടുക്കാവ് ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ സംഭാര വിതരണം ആരംഭിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ MN രാഗേഷും K രാജേശ്വരിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം മേൽശാന്തി ഗിരീഷ് കുമാർ സന്നിഹിതനായി. വേനൽക്കാലത്ത് വർഷങ്ങളായി ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ സംഭാര വിതരണം നടത്താറുണ്ട്. കഴിഞ്ഞ 5 വർഷമായി കുണ്ടുക്കാവ് ക്ഷേത്രത്തിന് പേരിൽ നടത്തിവരുന്ന സൗജന്യ സംഭാര വിതരണം ഈ വർഷവും നമ്മൾ സജീവം തന്നെ കൊടുത്തു തുടങ്ങുകയാണ്. അതിൻ്റെ ഇന്ന് ആരംഭമായിട്ട് കളാപ്പുന്നാർ പഞ്ചായത്തിലെ 1ാം വാർഡ് മെമ്പർ ശ്രീ രാജേഷും 2ാം വാർഡ് മെമ്പർ ശ്രീമതി രാജേശ്വരിയുമാണ് ഈ കർമ്മ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഈ മതത്തിലേക്ക് അവർ രണ്ടുപേരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം സന്നിഹിതരായ എല്ലാ ആൾക്കാരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അവരെ ഈ ഉദ്ഘാടനത്തിലേക്കായിട്ട് സാധനം ക്ഷണിച്ചുകൊള്ളുന്നു. പക്ഷാഘാതത്തെ തുടർന്ന് കിടപ്പിലായ നെന്മണിക്കര മടവാക്കര സ്വദേശിയായ 46-കാരൻ തുടർ ചികിത്സയ്ക്കായി ഉദാരമതികളുടെ കാരുണ്യം തേടുന്നു. മടവാക്കര കളരിക്കൽ കൃഷ്ണൻകുട്ടിയുടെ മകനായ ലേജുവാണ് സുമനസുകളുടെ സഹായം തേടുന്നത്. കുഞ്ഞുനാളിൽ തന്നെ പോളിയോ ബാധിച്ച് 2 കാലുകളുടെയും ചലനശേഷി നഷ്ടപ്പെട്ട ലേജു തൻ്റെ പരിമിതികളെ മറികടന്ന് ജീവിതത്തോട് പൊരുതുകയായിരുന്നു. മുച്ചക്ര വാഹനത്തിൽ ലോട്ടറി വിറ്റ് കുടുംബം പുലർത്തിയിരുന്ന ലേജുവിനെ തലച്ചോറിലെ ഞരമ്പ് പൊട്ടിയതിനെ തുടർന്ന് പക്ഷാഘാതം തളർത്തുകയായിരുന്നു. ഇതിനുള്ള ചികിത്സ തുടരുന്നതിനിടയിലാണ് ഗുരുതരമായ കരൾ രോഗമുള്ളതായി കണ്ടെത്തിയത്. ഇതിനിടയിൽ കിഡ്നി സ്റ്റോൺ നീക്കം ചെയ്യുന്നതിനുള്ള 2 ശസ്ത്രക്രിയകളും ചെയ്യേണ്ടി വന്നു. തൃശൂർ ജൂബിലി മിഷൻ, സൺ ഹോസ്പിറ്റൽ, അമല ആശുപത്രികളിലായി മാസങ്ങൾ നീണ്ട ചികിത്സയ്ക്കായി ലക്ഷങ്ങൾ ചിലവിട്ടു. 6 മാസമായി കിടപ്പിലാണ് ലേജു. വൃദ്ധരായ മാതാപിതാക്കളും ഭാര്യയും വിദ്യാർത്ഥികളായ 2 മക്കളുമടങ്ങിയ കുടുംബത്തിന് ലേജുവിൻ്റെ തുടർ ചികിത്സയ്ക്കായി ചിലവുകൾ താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഈ കുടുംബത്തെ സഹായിക്കാൻ നെന്മണിക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA സുരേഷ്, വാർഡ് മെമ്പർ MA ശ്രീനാഥ്, പൊതുപ്രവർത്തകനായ CK രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്.
സുമനസ്സുകൾക്ക് കേരള ഗ്രാമീൺ ബാങ്കിന്റെ ആമ്പല്ലൂർ ശാഖയിൽ 40292101062052 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. IFSC KLGB 00402992 കൂടാതെ 9567012515 എന്ന GPay അക്കൗണ്ടിലേക്കും സഹായങ്ങൾ അയക്കാവുന്നതാണ്. നെന്മണിക്കര പഞ്ചായത്തിൽ 10ാം വാർഡിൽ താമസിക്കുന്ന കളരിക്കൽ കൃഷ്ണൻകുട്ടി മകൻ ലേജു മുച്ചക്ര വാഹനത്തിൽ ലോട്ടറി വിറ്റ് ഉപജീവനം നടത്തിയായിരുന്നു. ജന്മന ചെറുപ്രായത്തിലെ തന്നെ പോളിയോ ബാധിച്ച് ഇരുകാലുകളുടെയും ശേഷി നഷ്ടപ്പെട്ടെങ്കിലും അത്തരം പരിമിതികളെ അതിജീവിച്ചുകൊണ്ട് കുടുംബം പുലർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലായിരുന്നു ലോട്ടറി കച്ചവടം നടത്തി. പക്ഷെ അതിനിടയിലാണ് അമിതമായിട്ടുള്ള പ്രഷറിൻ്റെ ഭാഗമായി തലയിലെ ഞരമ്പ് പൊട്ടി കിടപ്പിലായത്. 2-3 ആശുപത്രികളിലായി തുടർച്ചയായ ചികിത്സ 6 മാസമായി ഇപ്പോൾ കിടപ്പിലാണ്. ലക്ഷക്കണക്കിന് രൂപ ചികിത്സയ്ക്ക് വേണ്ടി വന്നു. അതുകൊണ്ട് അച്ഛനും അമ്മയും, പ്രായമായ അച്ഛനും അമ്മയും പിന്നെ ഭാര്യയും 2 സ്കൂളിൽ പഠിക്കുന്ന മക്കളുമുള്ള ഒരു പാവപ്പെട്ട കുടുംബമാണ്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇനിയും ലക്ഷക്കണക്കിന് രൂപ ഉണ്ടെങ്കിലാണ് ലേജുവിനെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കഴിയുള്ളൂ. അതുകൊണ്ട് എല്ലാ നല്ല മനസ്സുകളോടും കഴിയാവുന്ന നിങ്ങളുടെ പരമാവധി സഹായം ചെയ്തു കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നെന്മണിക്കര പഞ്ചായത്ത് വാർഡ് 10 മടവാക്കര സ്വദേശിയായിട്ടുള്ള ലേജു എന്ന ഈ 46-കാരൻ ഇപ്പോൾ ഉദാരമതികളുടെ കാരുണ്യം തേടുകയാണ്. തൻ്റെ ജീവിത പ്രതിസന്ധികളെ, ശാരീരിക അവശതകളെ വകവയ്ക്കാതെ മുച്ചക്ര വാഹനത്തിൽ ലോട്ടറി വിറ്റ് ഉപജീവനം നടത്തിയിരുന്ന ലേജുവിനെ രോഗദുരിതങ്ങൾ വിടാതെ പിന്തുടരുകയായിരുന്നു. ഇപ്പോൾ 2 ശസ്ത്രക്രിയ കഴിഞ്ഞ് പക്ഷാഘാതം വന്ന് കിടപ്പിലാണ് ലേജു. തുടർ ചികിത്സയ്ക്ക് പണമില്ലാതെ വലയുകയാണ് ഇവരുടെ നിർധന കുടുംബം. ഈ കുടുംബത്തെ സഹായിക്കാൻ കാരുണ്യമതികൾ കൈകോർക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ആ ചികിത്സാ സഹായ സമിതിയിലേക്ക് ഉദാരമതികളുടെ കാരുണ്യം തേടുകയാണ് ഈ കുടുംബം. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. ഇത്ര കാലം വിമർശിക്കുകയും എതിർക്കുകയും ചെയ്ത പ്രത്യയശാസ്ത്രങ്ങളെയും മാറോടണച്ച് CC മുകുന്ദൻ MLA BJPയിൽ ചേർന്നു. CPI വിട്ടു പുറത്തുവന്ന മുകുന്ദന് കോൺഗ്രസ് രാഷ്ട്രീയ അഭയം നിരസിച്ചതോടെ നാട്ടികയിലെ സിറ്റിംഗ് MLA ആയ അദ്ദേഹം BJPയിലേക്ക് ചേക്കേറുകയായിരുന്നു. നാട്ടികയിൽ ഇടതുപക്ഷത്തിന് കനത്ത പ്രഹരം തന്നെയാണ് സിറ്റിംഗ് MLA BJPയിൽ ചേർന്ന് തങ്ങൾക്കെതിരെ മത്സരിക്കാൻ ഒരുങ്ങുന്ന നീക്കം. CPI വിട്ടു പുറത്തുവന്ന മുകുന്ദൻ തൃശൂരിലെ മുൻ DCC പ്രസിഡന്റിന്റെ സഹായത്തോടെ ഡൽഹിയിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെയും രമേശ് ചെന്നിത്തലയെയും കണ്ട് ചർച്ചകൾ നടത്തിയെങ്കിലും കോൺഗ്രസ് വാതിലുകൾ മുകുന്ദന് മുന്നിൽ തുറന്നില്ല. കോൺഗ്രസ് കൈവിട്ടതോടെ മുകുന്ദൻ BJPയുടെ ഓഫർ സ്വീകരിച്ചു. BJP തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസായ നമോ ഭവനിൽ എത്തിയാണ് മുകുന്ദൻ തിങ്കളാഴ്ച ഉച്ചയോടെ BJP അംഗത്വം എടുത്തത്. BJP നേതാവ് AN രാധാകൃഷ്ണൻ അടക്കമുള്ളവർ നമോ ഭവനിൽ ഉണ്ടായിരുന്നു. രാജ്യത്തെ പാവപ്പെട്ടവരുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് BJP എന്നും തന്നെ സ്വീകരിച്ച BJPയോട് താൻ എന്നും കൂറുള്ളവനായിരിക്കുമെന്നും പറഞ്ഞാണ് മുകുന്ദൻ BJPയിൽ ചേർന്നത്. ഒല്ലൂർ ആനക്കല്ല് 6ാം കല്ലിൽ സ്കൂട്ടറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. ചൂലിശ്ശേരി തുപ്പില്ലിശ്ശേരി വീട്ടിൽ സന്തോഷിനാണ് പരിക്ക്. കുറുമാലിപ്പുഴയുടെ തീരത്ത് ആറ്റപ്പള്ളി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ പമ്പ് ഹൌസിന്റെ ഭിത്തിയിൽ പമ്പ് ഓപ്പറേറ്ററായ രാജേഷ് വരച്ച ജീവൻ തുടിക്കുന്ന കടുവയുടെ ചിത്രം ഇപ്പോൾ നാട്ടിൽ ശ്രദ്ധേയമാകുന്നു. പമ്പ് ഹൌസിന്റെ ഭിത്തിയെ വിശാലമായ ക്യാൻവാസാക്കി രാജേഷ് വരച്ചിരിക്കുന്നത് 15 അടി ഉയരത്തിലും 12 അടി വീതിയിലുമുള്ള കടുവയുടെ അക്രിലിക് പെയിന്റിംഗ് ആണ്. ചെറുകിട ജലസേചന വകുപ്പിന് കീഴിൽ ജോലി ചെയ്യുന്ന വാസുപുരം സ്വദേശി രാജേഷ് നല്ലൊരു ചിത്രകാരൻ കൂടിയാണ്. ആറ്റപ്പള്ളി ഇറിഗേഷൻ പദ്ധതിയുടെ പമ്പ് ഓപ്പറേറ്ററാണ് 49-കാരനായ രാജേഷ്. ജോലിക്കിടയിലെ വിരസത അകറ്റാനും തൊഴിലിടം ആകർഷകമാക്കാനും ലക്ഷ്യമിട്ടാണ് രാജേഷ് പമ്പ് ഹൌസിന്റെ ഭിത്തിയിൽ ജീവസുറ്റ കടുവയുടെ ചിത്രം വരച്ചിരിക്കുന്നത്. ചെറുപ്പം മുതലേ ചിത്രം വരയിൽ അഭിരുചിയുള്ള രാജേഷ് 10 വർഷത്തോളം കോടാലിയിലെ മുദ്ര ആർട്സ് എന്ന സ്ഥാപനത്തിന് കീഴിൽ ആർട്ട് വർക്കുകൾ ചെയ്തിരുന്നു. അക്കാദമിക തലത്തിൽ ചിത്രരചനയിൽ പരിശീലനം നേടിയിട്ടില്ലെങ്കിലും പെയിന്റിംഗിൽ അസാധാരണ വൈഭവമാണ് ഈ യുവാവിനുള്ളത്. 13 വർഷം മുൻപ് ചെറുകിട ഇറിഗേഷൻ വകുപ്പിൽ ജോലി ലഭിച്ചപ്പോൾ താഴെ വെച്ച ബ്രഷും ചായക്കൂട്ടും 2 വർഷം മുൻപാണ് രാജേഷ് വീണ്ടും കയ്യിലെടുത്തത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ പമ്പ് ഹൌസിലെ ഡ്യൂട്ടിക്കിടയിൽ വീണു കിട്ടുന്ന സമയം സർഗാത്മകമാക്കി വിരസതയകറ്റാനാണ് രാജേഷ് വീണ്ടും ചിത്രം വരച്ചു തുടങ്ങിയത്. പമ്പ് ഹൌസിനോട് ചേർന്ന
പുഴയിലുള്ള കടവിൽ കുളിക്കാനെത്തുന്നവർക്ക് കൂടി ആസ്വദിക്കാൻ കഴിയും വിധത്തിലാണ് കടവിന് അഭിമുഖമായിട്ടുള്ള ചുവരിൽ ഒറിജിനലിനെ വെല്ലുന്ന വിധത്തിലുള്ള കടുവയെ രാജേഷ് വരച്ചിട്ടുള്ളത്. സമൂഹ മാധ്യമങ്ങളിൽ ഈ ചിത്രം പ്രചരിച്ചതോടെ നിരവധി പേർ കടുവയെയും രാജേഷിനെയും കാണാനായി ആറ്റുപള്ളി പമ്പ് ഹൗസ് പരിസരത്ത് എത്തുന്നുണ്ട്. അക്രലിക് മാധ്യമത്തിൽ മനോഹരമായി ചിത്രങ്ങൾ വരയ്ക്കുന്ന രാജേഷ് സുഹൃത്തുക്കളായ ഏതാനും കലാകാരന്മാരോടൊപ്പം ചേർന്ന് കഴിഞ്ഞ വർഷം തൃശൂർ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ പ്രദർശനവും സംഘടിപ്പിച്ചിരുന്നു. രാജേഷ് വരച്ച മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഛായാചിത്രം ഏതാനും മാസം മുൻപ് വരന്തരപ്പിള്ളിയിൽ മന്ത്രി പങ്കെടുത്ത ചടങ്ങിൽ വെച്ച് രാജേഷ് നേരിട്ട് കൈമാറിയിരുന്നു. അടുത്ത ഓഗസ്റ്റിൽ തൃശൂരിൽ നടത്താനിരിക്കുന്ന പ്രദർശനത്തിലേക്ക് ചിത്രങ്ങൾ വരയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ രാജേഷ്. ഇതിനിടയ്ക്ക് നമ്മുടെ തോട്ടുമുഖം പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ നമ്മുടെ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സാറിന് ഒരു ചിത്രം വരച്ച് നൽകിയിരുന്നു. അത് വാർത്തയ്ക്കായിരുന്നു അന്ന് MLA ഇട്ടിരുന്നത്. കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. അക്ഷയയുടെ സംരംഭകരാകാൻ മാർച്ച് 19 വരെ അപേക്ഷിക്കാം. ജില്ലയിലെ 70 സ്ഥലങ്ങളിലേക്കാണ് അക്ഷയ സംരംഭകരെ തിരഞ്ഞെടുക്കുന്നത്. പൊതുവിഭാഗത്തിൽ 64 സ്ഥലങ്ങളിലേക്കും പട്ടികജാതി വിഭാഗത്തിൽ 2, പട്ടികവർഗ വിഭാഗത്തിൽ 4 സ്ഥലങ്ങളിലേക്കുമാണ് അപേക്ഷ ക്ഷണിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 0487 2386 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 14,430 രൂപ, പവന് 1,15,440 രൂപ. വരന്തരപ്പള്ളി സ്രാമ്പിക്കൽ കുര്യൻ ഭാര്യ റോസമ്മ അന്തരിച്ചു. 72 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കുറുംകുഴൽ വിദ്വാൻ കൊടകര മഠത്തിക്കാട്ടിൽ ശിവരാമൻ നായരുടെ ഭാര്യ സുശീലമ്മ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ലത, ജയൻ എന്നിവർ മക്കളും പ്രകാശൻ, ചഞ്ചല എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. 2 പതിറ്റാണ്ടായിട്ടും നിർമ്മാണം പൂർത്തിയാകാത്ത ആറ്റപ്പള്ളി റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ പേരിൽ പുതുക്കാട് മണ്ഡലത്തിൽ പ്രതിഷേധം ശക്തം. UDF പ്രവർത്തകർ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. വെണ്ടൂർ സ്വദേശി മരിച്ച ഇരിങ്ങാലക്കുട ബസ് അപകടത്തിൽ സ്വകാര്യ ബസ് ഡ്രൈവർ അറസ്റ്റിൽ. വിവരാവകാശ നിയമം നടപ്പിലാക്കാൻ ബാധ്യസ്ഥരായവർ തന്നെ നിയമലംഘകർക്ക് കുടപിടിക്കുന്നുവോ? മാട്ടുമലയിലെ ക്രഷർ യൂണിറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാതെ വിവരാവകാശ കമ്മീഷൻ. വേലുപ്പാടം വിശുദ്ധ ഔസേപ്പിതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ മാർച്ച് 19 വിശുദ്ധ ഔസേപ്പിതാവിന്റെ ഓർമ്മ തിരുനാൾ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തൃശൂർ കോൺഗ്രസിൽ പോസ്റ്റർ പ്രതിഷേധം ശക്തമാകുന്നു. തൃശൂർ നിയമസഭാ സീറ്റ് കച്ചവടം നടത്തിയെന്ന് ആരോപിച്ചാണ് തൃശൂരിൽ വ്യാപകമായി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.